ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുട്ടി ക്രാഫ്റ്റുമായിട്ടാണ്. നമ്മൾ വെള്ളം കുടിച്ചിട്ട് അല്ല മിനറൽ വാട്ടറൊക്കെ കുടിച്ചിട്ട് വലിച്ചെറിയുന്ന കുപ്പി കൊണ്ട് നമുക്ക് ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഈ ഫാൻസി ഐറ്റംസ് ഇയറിങ്സും റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിൽ കുട്ടി കുട്ടി കണ്ടെയ്നേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ഇന്നത്തെ ഒരു ക്രാഫ്റ്റിൽ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമുക്ക് ഒരേ സൈസിലുള്ള ഒരേ ടൈപ്പ് 2 കുപ്പി വേണം. അതിൻ്റെ മുകൾ ഭാഗം മാത്രം എടുത്ത് ആ ഒരു ടോപ്പ് പോർഷൻ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഇതുപോലെ കളയുക. അതിനുശേഷം അതേപോലത്തെ സെയിം കുപ്പിയുടെ തന്നെ വേറൊരു ടോപ്പ് എടുക്കുക. അതെന്നിട്ട് അതിൽ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നല്ല അടിപൊളി ഒരു കണ്ടെയ്നറായിട്ട് തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ബീഡ്സും ക്രാഫ്റ്റിനായിട്ട് യൂസ് ചെയ്യുന്ന ബീഡ്സും കാര്യങ്ങളൊക്കെ ഇട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു കണ്ടെയ്നർ തന്നെയാണ്. നല്ല സെക്യൂർഡ് ആയിട്ടുള്ള നല്ല ഉറപ്പുള്ളൊരു കണ്ടെയ്നർ തന്നെയായിട്ട് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ എല്ലാ കുപ്പീനെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഏത് കുപ്പിയാണ് എടുക്കുന്നത് അതിൻ്റെ തന്നെ സെയിം ഒന്നും കൂടി വേണമെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ അതേ സൈസുള്ള വേറെ എന്തെങ്കിലും മതി. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതിന് മുന്നേ ആയിട്ട് ഉണ്ടാക്കിയെടുത്ത 1-2 കണ്ടെയ്നേഴ്സ് കൂടി ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇങ്ങനത്തെ കണ്ടെയ്നേഴ്സ് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. കാരണം ഞാൻ ഡ്രോയിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രാഫ് ബൈറ്റ് പൗഡറും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനത്തെ കണ്ടെയ്നേഴ്സിലാണ് ഇട്ട് സൂക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മൂടീൻ്റെ കളറിന് കണക്കായിട്ട്, അതായത് അതിൻ്റെ ടോപ്പിൻ്റെ കളറിന് കണക്കായിട്ട് നമുക്ക് ഏതിലാണ് എന്തൊക്കെയാണ് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കാൻ നല്ലൊരു വഴിയാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഉണ്ടാക്കിയെടുത്ത 1-2 കണ്ടെയ്നേഴ്സാണ് ഞാനിപ്പം കാണിക്കുന്നത്. ഡ്യൂവിൻ്റെ ഒക്കെ ടോപ്പ് വെച്ചിട്ടുണ്ടാക്കിയത്. ഞാൻ മിക്സായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരേ ടൈപ്പ് കുപ്പിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, വേറെ വേറെ ബ്രാൻഡായാലൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ഒരു ഗ്രീനും ബ്ലാക്കും ഉള്ളത്. ഒന്ന് സ്പ്രൈറ്റും മറ്റേ ഡ്യൂവിൻ്റെയും കൂടെ കൂട്ടിയിട്ട് ചെയ്തതാണ്. ഇനി അതേ സെയിം ബോട്ടിൽ നമ്മൾ ടോപ്പൊക്കെ എടുത്തിട്ട് വേസ്റ്റാക്കി കളഞ്ഞ സെയിം ബോട്ടിൽ കൊണ്ട് തന്നെ വേറൊരു കുട്ടി കണ്ടെയ്നറും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെ ചെയ്യുന്നതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതിൻ്റെ മിഡിൽ പോർഷനായിട്ട് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് നമ്മളെ ക്രയോൺസും കുഞ്ഞ് കളർ സ്കെച്ചൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള, അത് മാത്രമല്ല എന്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും അങ്ങനത്തെ രീതിയിലുള്ള ഒരു കണ്ടെയ്നറാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. കുറച്ച് നീളമുള്ള ഒരു കണ്ടെയ്നർ. അപ്പോൾ നമ്മൾ നേരത്തെ ടോപ്പിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായ ഈ ഒരു ബ്ലൂ കളറ് ബോട്ടിലിൻ്റെ തന്നെ ടോപ്പ് ഭാഗവും ബോട്ടം ഭാഗവും ഞാനിപ്പം ഈ ഒരു കണ്ടെയ്നർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കുപ്പീൻ്റെ എല്ലാ ഭാഗവും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഒന്നും വേസ്റ്റായി കളഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ താഴെ ഭാഗമുള്ളതാണ് ഞാൻ ടോപ്പായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വേസ്റ്റ് എന്ന് പറഞ്ഞ് വലിച്ചെറിയുന്ന പല സാധനങ്ങളും വേസ്റ്റ് അല്ലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ള ചില ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയാൽ മതി. നമുക്കപ്പോൾ നമ്മളിങ്ങനെ അനാവശ്യമായിട്ട് പുറത്തൊക്കെ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികളുണ്ട് ഇതുപോലെയുള്ള കുട്ടി ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കി എടുത്തിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മളെ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നമുക്ക് പരിസരം മലിനീകരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഉണ്ടാവുകയും ചെയ്യില്ല. എന്നാൽ നമുക്ക് ആവശ്യമുള്ള ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ കുട്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക ഈ ഒരു സമയം. അപ്പോൾ ഇപ്പോൾ നല്ല ടൈറ്റുള്ള ഒരു കണ്ടെയ്നർ തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം ആ ഒരു സ്ട്രോങ് ഉണ്ട് എന്നുള്ളത്. നല്ലൊരു ഷേപ്പുള്ള നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഒരു കണ്ടെയ്നർ തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പെയിൻ്റ് അടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അല്ലാണ്ട് ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണെങ്കിൽ അങ്ങനെ. ഞാൻ ഇപ്പം ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കൂടി ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ട് 2 കോട്ട് അടിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒരു അട്രാക്ഷനൊക്കെ വേണ്ടിയിട്ട് ഒരു സ്റ്റോണൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഐഡിയ കണക്കായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഒരു കാര്യം, നമ്മൾ കളർ ചെയ്യുകയാണെങ്കിൽ ഉള്ളിൽ കളർ ചെയ്യുന്നതും നല്ലതായിരിക്കും. നമ്മൾ ക്രയോൺസും കാര്യങ്ങളൊക്കെ ഇട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട. എന്നാൽ പുറത്ത് ചെയ്യുന്നതിനേക്കാളും ഒന്നും കൂടി ബെറ്റർ, കുറച്ചും കൂടി ഷൈനിങ് ഉണ്ടാവുക ഉള്ളിൽ ചെയ്തിട്ട് നോക്കുന്നതായിരിക്കും. അതൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ഈ ഒരു സ്റ്റോൺ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ഫെവിക്കോളോ ഫെവിക്വിക്കൊക്കെ ഉണ്ടെങ്കിൽ അതായാലും യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഈ ഒരു ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ട്യൂബ് ലിക്വിഡായിട്ടാണ് ഈ ഒരു ഗം ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഒട്ടിച്ചിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ ആ ഒരു നാര് പോലെ ഒരു സാധനം ഇങ്ങനെ വരും. അത് അന്നേരം തന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടി നോക്കണം.
നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല ക്രാഫ്റ്റ് ആർട്ട് വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.